ഇപ്പൊ എന്റെ ഫ്രണ്ട് UK വർക്ക് ചെയ്യുന്നുണ്ട് ഒരു റെസ്റ്റോറന്റില്. അപ്പോൾ അവിടുത്തെ മെഷർമെന്റും ഇവിടുത്തെ മെഷർമെന്റിലും മാറ്റം ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. ഷെഫ് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരോ? നീ ഉദ്ദേശിച്ചത് റെസിപ്പിയിലെ മെഷർമെന്റ്സ് ആണോ? അതെ അതെ. ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് മെട്രിക് സിസ്റ്റമാണ്. അതായത് ഗ്രാംസില്, കിലോഗ്രാംസില്, മില്ലി ലിറ്ററില്, ലിറ്ററിലൊക്കെയാണ് നമ്മൾ മെഷർമെന്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നിന്റെ കൂട്ടുകാരൻ പറഞ്ഞത് UK സാധാരണ ഉപയോഗിക്കുന്നത് ഒരു മിക്സ് ഓഫ് ഇമ്പീരിയൽ ആൻഡ് മെട്രിക് സിസ്റ്റമാണ് റെസിപ്പിയിൽ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഒരു കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 ml ആണ്. UK അത് ഹാഫ് പൈന്റ്, അതായത് 284 ml എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പൈന്റ് എന്ന് പറയുന്ന ഒരു അളവ് സാധാരണ നമ്മുടെ ഇന്ത്യൻ റെസിപ്പികളിൽ നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. ഒരു പൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK അളവിൽ 568 ml അല്ലെങ്കിൽ 20 ഫ്ലൂയിഡ് ഔൺസ് ആണ്. ഒരു ഫ്ലൂയിഡ് ഔൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28.4 ml ആണ്. ടീസ്പൂണും ടേബിൾ സ്പൂണും ഇന്ത്യയിലും UK ഒരേ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. കപ്സിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം മെഷർ ചെയ്യുമ്പോഴത്തേക്കിന് ആ കപ്പിൽ എടുക്കുന്ന ഇൻഗ്രീഡിയന്റ് ഏതാണെന്ന് നോക്കിയിട്ട് അതിന്റെ വെയിറ്റ് നോക്കിയിട്ട് മെഷർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഫോർ എക്സാമ്പിൾ, ഒരു കപ്പിൽ മൈദ എടുത്തിട്ട് അളന്ന് നോക്കുമ്പോഴത്തേന് ചിലപ്പോൾ അത് 120 ഗ്രാം ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേ സമയത്ത് അത് പഞ്ചസാരയാണ് അളക്കുന്നതെങ്കിൽ അപ്രോക്സിമേറ്റ് ചിലപ്പോൾ 200 ഗ്രാം ഉണ്ടാവും. സോ അതാണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സിംഗിൾ റെസിപ്പിയിലെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേ മെട്രിക്സിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് മില്ലി ലിറ്റർ, ഗ്രാംസ്, കപ്സ്, ഔൺസ് ഇതെല്ലാം കൂടെ ഒരു കാരണവശാലും അവിയൽ പരുവത്തിൽ റെസിപ്പിയിൽ ഉപയോഗിക്കരുത്.